അച്ചാച്ച, ഞാൻ നാളെ ഏതായാലും ഓപ്പറേഷന് പോവാം. അപ്പോൾ ഒരു ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. എന്താണ് സംഭവിക്കാമെന്നൊന്നും അറിയില്ല. എന്തായാലും എൻ്റെ അക്കൗണ്ട് നമ്പർ, പാസ്ബുക്ക്, എൻ്റെ ഗൂഗിൾ പേ പിൻ നമ്പർ, ATM കാർഡിൻ്റെ നമ്പർ, എൻ്റെ FBയുടെ അങ്ങനെ എല്ലാത്തിൻ്റെയും പിൻ നമ്പറുകൾ ഉൾപ്പെടെ ഞാൻ ഈ ഡയറിയിൽ കുറിച്ചിട്ടുണ്ട്. അച്ചാച്ചൻ, എൻ്റെ സമ്പാദ്യം എനിക്ക് തിരിച്ചു തരാനുള്ള ആളുകളുടെ ലിസ്റ്റ്, പണത്തിൻ്റെ കണക്ക് എല്ലാം ഇതിനകത്തുണ്ട്. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അച്ചാച്ചൻ വേണം ഇതെല്ലാം നോക്കി വാങ്ങിക്കാൻ. രജനിയെ വിളിച്ചിട്ട് അന്ന് കൊടുത്ത് പൈസ ഇങ്ങനെ വാങ്ങിക്കാം. ഹലോ രജനി, നീ എവിടാ? വീട്ടിലാടി. എടി, ഞാൻ അന്ന് തന്ന 5000 രൂപ എനിക്ക് തിരിച്ചു തരൂടി. അത് അച്ചാച്ചൻ്റെ കൈ കൊടുത്തല്ലോ. എപ്പോ? നീ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ. അച്ചാച്ചൻ്റെ കയ്യിലാ? ആ ശരി. A few moments later. സന്ധ്യയുടെ ചോദിച്ചാലോ? സന്ധ്യയുടെ അത് വാങ്ങിച്ചേ കാണത്തില്ല എന്തായാലും. ഹലോ സന്ധ്യേ, ഞാൻ അന്ന് തന്ന പൈസ എനിക്ക് തിരിച്ചു തരാമോ? ഏത് പൈസയാടി? 12000 രൂപ. അന്നത്തെ പൈസയോ? അത് അച്ചാച്ചൻ്റെ കൈ കൊടുത്തല്ലോ. എപ്പോ? അച്ചാച്ചൻ വേണോന്ന് പറഞ്ഞ് വാങ്ങിച്ചായിരുന്നു. ഞാൻ ഓപ്പറേഷന് പോയപ്പോഴാ. അതേടി, നീ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ. ആ, നീ അറിഞ്ഞില്ലേ? നിന്നോട് പറഞ്ഞില്ലേ? ഇന്ന് ഗൂഗിൾ പേക്കകത്തിൽ നോക്കാം, കാണുമായിരിക്കും. ഗൂഗിൾ പേയിൽ എന്തായാലും അന്ന് 50,000 ഇട്ടിട്ട് പോയത് കാര്യമായി. അതെങ്കിലും കാണുമല്ലോ. എന്ത് 2000 രൂപയോ? 50,000 എന്തിയേ? ഒരു ഓപ്പറേഷൻ എല്ലാം പോയി, എല്ലാം. ഇതിലും നല്ലത് ഞാനേ അങ്ങ് പോകും.